Welcome to MATCOM. In this particular video, we will be discussing another aspect from basic concepts in chemistry. We have already discussed the fundamental aspects of chemistry or fundamental basic aspects of chemistry related with the mole concept, Avogadro number, the laws of chemical combinations, stoichiometry and stoichiometric calculations. Today, we will be starting with the limiting reagent, the concept of limiting reagent. Limiting reagent എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ കമ്പസ്റ്റൺ ഓഫ് മീഥെയ്ൻ CH4 റിയാക്ട്സ് വിത്ത് ഓക്സിജൻ വിൽ ഗീവ് യു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. Is it balanced? No, it will be 2H2. CH4 plus 2O2 CH4. So it is a balanced equation. That is 1 mole of methane reacts with 2 mole of oxygen, give you 1 mole of carbon dioxide and 2 mole of water. That means 1 mole of methane 2 mole oxygen ആയിട്ട് റിയാക്ട് ചെയ്യും. ഇതിന്റെ വെയിറ്റിന്റെ ടൈംസ് എഴുതി എന്ത് പറയാൻ പറ്റും? This is 16 gram of methane. ഓക്സിജൻ എടുക്കുമ്പോൾ 16 2 32 32 2 64 gram of oxygen. കാർബൺ ഡയോക്സൈഡ് വരുമ്പോൾ 2 ഓക്സിജൻ ആകുമ്പോൾ 32 പ്ലസ് 12 44 ഗ്രാം. ഒരു വാട്ടർ എന്ന് പറയുന്നത് 18 18 2 36 ഗ്രാം. ഇപ്പൊ എന്ത് മനസ്സിലാവും? 16 ഗ്രാം ഓക്സിജൻ റിയാക്ട്സ് വിത്ത് 64 gram of oxygen. 16 gram of methane react with 64 gram of oxygen. 16 gram methane reacts with 64 gram of oxygen. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? 16 gram of methane കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കമ്പസ്റ്റൻ ചെയ്യണമെങ്കിൽ 64 ഗ്രാം ഓക്സിജൻ ഉണ്ടാവണം. ഇനി ഒരു റിയാക്ഷനകത്ത് 16 ഗ്രാം മീഥെയിൻ ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് 50 ഗ്രാം ഓക്സിജനെ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 16 ഗ്രാം മീഥെയിനെ മുഴുവൻ കമ്പസ്റ്റ് ചെയ്യാനായിട്ട് 50 ഗ്രാം ഓക്സിജനെ കൊണ്ട് പറ്റത്തില്ല. കാരണം 16 ഗ്രാം കംപ്ലീറ്റ് കമ്പസ്റ്റൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ 64 ഗ്രാം ഓക്സിജൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ കേസിനകത്ത് ലിമിറ്റിംഗ് റിയേജന്റ് അല്ലെങ്കിൽ ആ റിയാക്ഷന്റെ റേറ്റിനെ അല്ലെങ്കിൽ റിയാക്ഷന്റെ കംപ്ലീഷനെ ലിമിറ്റ് ചെയ്യുന്നത് ആരാണ്? ഓക്സിജന്റെ അളവ് കുറവാണ്. സോ ദ ഓക്സിജൻ വിൽ ബി ദി ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, ദെൻ അനദർ വേ. ഇപ്പൊ നമ്മുടെ റിയാക്ഷനകത്ത് 16 ഗ്രാം മീഥെയിൻ ഉണ്ട്, നമ്മുടെ കയ്യിൽ 72 ഗ്രാം ഓക്സിജൻ ഉണ്ട്. 16 ഗ്രാം മീഥെയിൻ റിയാക്ട് ചെയ്യാൻ 64 ഗ്രാം ഓക്സിജൻ മതി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള മീഥെയിൻ എന്ത് ചെയ്തു? കമ്പസ്റ്റ് ചെയ്യപ്പെട്ടു. റിമൈനിങ് ആയിട്ട് എത്ര ഉണ്ടാവും? റിമൈനിങ് 8 ഗ്രാം ഓക്സിജൻ ഉണ്ടാവും. അപ്പം റിമൈനിങ് ആയിരിക്കുന്ന 8 ഓക്സിജൻ റിയാക്ട് ചെയ്യാനായിട്ട് മീഥെയിൻ ഇല്ല. അപ്പൊ ഈ കേസിനകത്ത് കുറവുള്ളവരാണ്? കുറവുള്ളത് മീഥെയിൻ ആണ്. അപ്പൊ മീഥെയിൻ ആയിരിക്കാം ആ റിയാക്ഷനിലെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു റിയാക്ഷനകത്തെ റിയേജന്റ് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് അതിന്റെ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ ആ റിയാക്ഷൻ ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്നുള്ള വെയിറ്റ് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഏതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ഇൻ വൺ പർട്ടിക്കുലർ റിയാക്ഷൻ ദ റിയേജന്റ് വിച്ച് ലിമിറ്റ്സ് ദ റിയാക്ഷന്റെ റേറ്റിനെ ലിമിറ്റ് ചെയ്യുന്ന റിയേജന്റ് ഏതാണോ അല്ലെങ്കിൽ റിയേജന്റ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 50 gram of nitrogen reacts with 10 kilogram of hydrogen are mixed to produce ammonia. അതായത് നൈട്രജനും ഹൈഡ്രജനോട് റിയാക്ട് ചെയ്ത് അമോണിയ ഉണ്ടാവുന്നു. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹേബർ പ്രോസസ്. എത്രത്തോളം അമോണിയ പ്രൊഡ്യൂസ് ചെയ്തു? ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഇൻ ദിസ് സിറ്റുവേഷൻ. ഇപ്പൊ നമുക്ക് ഏതൊരു റിയാക്ഷൻ തന്നാലും ആ റിയാക്ഷനെ ആദ്യമേ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക. ഫോർ എക്സാമ്പിൾ N2 plus H2 giving NH3. NH3 is ammonia. ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യുവാണെങ്കിൽ 3, സോ N2 plus 3H2 giving 2NH3. അതായത് 1 mole of nitrogen reacts with 3 moles of hydrogen will give you 2 moles of ammonia. നമ്മൾ ഇതിന്റെ മോളിക്കുലർ വെയിറ്റിനെ അല്ലെ ബാലൻസ്ഡ് വെയിറ്റിന്റെ ടൈംസിൽ എഴുതിയാൽ ഒരു നൈട്രജൻ എന്ന് പറയുന്നത് 14, 2 ആകുമ്പോൾ 28 ഗ്രാം ഓഫ് നൈട്രജൻ. ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2, 3 മോൾസ് ആകുമ്പോൾ എന്താണ്? 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ. നൈട്രജൻ 14, 14 3 17, 17 2 34 ഗ്രാം. അതായത് 28 ഗ്രാം നൈട്രജൻ ക്യാൻ റിയാക്ട് വിത്ത് 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ വിൽ ഗീവ് യു 34 ഗ്രാം ഓഫ് അമോണിയ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 28 ഗ്രാം നൈട്രജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ 6 ഗ്രാം എന്തുകൊണ്ടാണ്? 6 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാവണം. 6 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാവണം. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഹിയർ ദേ ആർ ഗിവിംഗ് ദാറ്റ് വി ഹാവ് 50 കിലോഗ്രാം ഓഫ് നൈട്രജൻ ആൻഡ് 10 കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ.
50 kilogram of nitrogen and 10 kilogram of nitrogen. So, അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയാൽ 50 kilogram of nitrogen എന്ന് പറയുന്ന ഗ്രാമിന്റെ ടേംസിൽ എഴുതിയാൽ 50,000 gram of nitrogen can react with 10,000 gram of hydrogen. 50 kilogram of nitrogen is reacting with 10,000. നമ്മൾ പറഞ്ഞു 28 gram നൈട്രജൻ എന്ന് പറയുന്നത് 6 gram ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 gram നൈട്രജൻ എന്ന് പറയുന്നതിന് റിയാക്ട് ചെയ്യാൻ 6/28 ഓഫ് ഹൈഡ്രജൻ വേണം. 6/28 ഓഫ് ഹൈഡ്രജൻ വേണം. ഇവിടെ എത്ര ഗ്രാം നൈട്രജൻ ഉണ്ട്? ഇവിടെ 50,000 gram നൈട്രജൻ ഉണ്ട്. 50,000 gram നൈട്രജൻ റിയാക്ട് ചെയ്യാൻ 6/28 into 50,000. 6/28 into 50,000. അതെങ്ങനെയാണ് വന്നത്? കാരണം 1 gram നൈട്രജൻ റിയാക്ട് ചെയ്യാനായിട്ട് 6/28 ആണെങ്കിൽ 50,000 gram റിയാക്ട് ചെയ്യാൻ 50,000 gram റിയാക്ട് ചെയ്യാനായിട്ട് 50,000 into 6 divided by 28 gram ഉണ്ടാവണം. That means we need 10,714.3 grams of hydrogen. അതായത് 50,000 gram നൈട്രജൻ റിയാക്ട് ചെയ്യാൻ 10,714 gram ഓഫ് ഹൈഡ്രജൻ വേണം. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് എത്രയേ ഉള്ളൂ? 10,000 gram ഓഫ് ഹൈഡ്രജനേ ഉള്ളൂ. നമുക്ക് എത്ര വേണമായിരുന്നു? 10,714 gram ഓഫ് ഹൈഡ്രജൻ വേണമായിരുന്നു. സോ അങ്ങനെയാണ് എങ്കിൽ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് വിൽ ബി ഈക്വൽ ടു ഹൈഡ്രജൻ. ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? ഹൈഡ്രജൻ ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രത്തോളം അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പ്രൊഡക്റ്റ് ഏതാണ്, എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണോ അതിന്റെ അളവ് വെച്ചിട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം അതാണ് മുഴുവൻ കൺസ്യൂം ചെയ്യപ്പെടുന്നത്. നമുക്ക് ഇവിടുന്ന് എഴുതാം 6 gram ഹൈഡ്രജനിൽ നിന്ന് 34 gram അമോണിയ കിട്ടും. 6 gram ഹൈഡ്രജനിൽ നിന്ന് 34 gram അമോണിയ കിട്ടും. 34 gram അമോണിയ കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 gram ഹൈഡ്രജനിൽ നിന്ന് 34/6 gram ഓഫ് അമോണിയ കിട്ടും. 1 gram ഹൈഡ്രജനിൽ നിന്ന് 34/6 gram ഓഫ് അമോണിയ കിട്ടും. നമുക്ക് ഇവിടെ എത്രയുണ്ട്? 10,000 gram ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. അപ്പോ 10,000 gram ഓഫ് ഹൈഡ്രജനിൽ നിന്ന് 34 divided by 6 into 10,000 എത്ര വരും? 10,000 into 34 divided by 6 അപ്പൊ എത്ര വരും? You will be getting 56.67 grams of ammonia. Grams of ammonia will be obtained. Right? Fine. So, how much amount of ammonia will be produced? The amount of ammonia produced will be 56.67 grams of ammonia, or nothing but 56.67 kilograms of ammonia. Hope explanation is clear. If you need any further clarification, do let me know in the comment section. As a token of gratitude, please like to this particular video, share with your friends, keep watching, keep learning. Thanks for watching. Bye.